ചെങ്ങന്നൂരിൽ ഭക്തജന സംഗമം നടത്താൻ ബി.ജെ.പി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ തന്ത്രി കണ്ഠരര് രാജീവരെ സിപിഐഎം അധിക്ഷേപിക്കാനുള്ള ശ്രമം അപലപനീയമാണ്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി രാജീവരെ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത് കൊള്ളക്കാരുടെ പട്ടികയിൽപ്പെടുന്ന ആളാണ് എന്നാണ്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അംഗീകരിക്കില്ല എന്ന സിപിഎമ്മിന്റെ സ്ഥിരം ശൈലിയുടെ പ്രതിഫലനമാണെന്നും സന്ദീപ് വചസ്പതി ചെങ്ങന്നൂരിൽ പറഞ്ഞു. കോടതി അദ്ദേഹത്തിനെതിരെ തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി തന്ത്രിയെ വേട്ടയാടുകയാണ്. സ്വർണം കടത്തിയിട്ടുണ്ട് എങ്കിൽ ഒരുപോലെ രണ്ടുപേരും ഉത്തരവാദികളാണ്. ഇക്കാര്യത്തിൽ പിണറായി വിജയൻ അരക്കള്ളനാണ് എങ്കിൽ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും അടക്കമുള്ളവർ മുക്കാൽ കള്ളന്മാരാണ്. രണ്ടുപേർക്കും ഇതിന് ബാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ ഭരണകാലത്താണ് കള്ളന്മാർ അവിടെ കയറി പറ്റിയത്. നാം കണ്ടതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശ്രീമതി സോണിയയും തമ്മിലുള്ള ബന്ധം. ഇവിടെ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്കും കിട്ടാത്തൊരു പ്രിവിലേജാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയയുടെ വീട്ടിൽ കിട്ടിയത്. എത്ര തവണയാണ് സോണിയയെ പോയി ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടത്? അപ്പോൾ ഇതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ശബരിമലയിലെ കടത്തിക്കൊണ്ടുപോകുന്ന സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റുകളിൽ എത്തിക്കാനുള്ള അവസരം തേടിയാണ് ശ്രീമതി സോണിയെ കണ്ടത് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ കെ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണത്തെ പറ്റി ഇതുവരെ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭരണകാലത്തുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ദേവസ്വം മന്ത്രിയെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അടക്കം ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ടാണ് വിളിപ്പിക്കാത്തത്? CPIMന്റെ ഭരണകാലത്ത് എത്രയോ ദേവസ്വം മന്ത്രിമാർ പുറത്തുണ്ട്. എന്തുകൊണ്ടാണ് അവരെ ചോദ്യം ചെയ്യിക്കാൻ വിളിപ്പിക്കുകയോ അറസ്റ്റോ നടക്കാത്തത്? അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ രണ്ടുപേരും തമ്മിൽ വലിയ ഒളിച്ചുകളി നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞത് ഇതൊരു കുറുവാ സംഘമാണ്, ഇടത് വലത് കുറുവാ സംഘമാണ് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്, ശബരിമലയിലെ ആചാരം മുഴുവൻ അട്ടിമറിക്കാൻ കൂട്ടുനിൽക്കുന്നത്. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി വലിയ തോതിലുള്ള പ്രക്ഷോഭ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നാളെ 24-ാം തീയതി മുഖ്യമന്ത്രിയുടെ വീട്ടിന് മുൻപിൽ അയ്യപ്പ ജ്യോതി കൊളുത്തുന്നുണ്ട്, ക്ലിഫ് ഹൗസിന് മുൻപിൽ. അതിനുശേഷം 25-ാം തീയതി ചെങ്ങന്നൂരിൽ വലിയ ഭക്തജന സംഗമം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ചെങ്ങന്നൂരിലാണ്, നമുക്കറിയാം ചെങ്ങന്നൂരിന്റെ പ്രത്യേകത ഗേറ്റ് വേ ഓഫ് ശബരിമലയാണ് ചെങ്ങന്നൂർ എന്നുള്ളത്. ചെങ്ങന്നൂരിന്റെ ശബരിമലയുടെ കവാടം എന്ന നിലയിൽ ചെങ്ങന്നൂരിൽ ക്രിസ്ത്യൻ കോളേജിന് സമീപമുള്ള മൈതാനത്ത് ഏകദേശം 10,000-ഓളം ആൾക്കാർ പങ്കെടുക്കുന്ന വലിയ വിശ്വാസ ജനസഭ ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്.